പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഇരിക്കും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം 34 വാക്യമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 33 വാക്യം മുതൽ ഒരിക്കൽ കൂടി, 32 മുതൽ ഒരിക്കൽ കൂടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതൽ ഉച്ചത്തിൽ വായിക്കാം. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഒരിക്കൽ കൂടെ വായിക്കാം. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. വായിക്കാം. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും അവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. 2 കാര്യങ്ങൾ കൂടി നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി എല്ലാം ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന കാലമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈശോയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചു. ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചു എന്ന് പറയുന്നത് മിശിഹായെ സംബന്ധിക്കുന്ന ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് യെശയ്യാ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കൊള്ളാവുന്ന വചനമാണിത്. ഈ യെശയ്യാ 11:2. ഏതെങ്കിലും കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ഒരു വചനമാണ് യെശയ്യാ 11:2. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കാവുന്ന മറ്റൊരു വചനമാണ് സങ്കീർത്തനം 32:8. ഈ 2 വചനങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യെശയ്യാ 11:2 സങ്കീർത്തനം 32:8 ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ ഉപദേശം ചോദിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ വായിക്കാം. യെശയ്യാ 11:1 മുതൽ. ഐസയ്യാ 11:1-2. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഒരിക്കൽ കൂടെ വായിക്കാം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകത്തിന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കുമെന്ന് ആര് പ്രവചിച്ചു? യെശയ്യാ പ്രവചിച്ചതിൻ്റെ പൂർത്തീകരണമാണ്. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് താൻ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനെന്നുള്ള ആ യോഹന്നാൻ്റെ സാക്ഷ്യത്തിൻ്റെ പിന്നിൽ കിടക്കുന്ന പഴയ നിയമഭാഗം. അതാണ് ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവനെക്കുറിച്ച് പറയുന്നത്, അവൻ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ജലസ്നാനം, ആത്മസ്നാനം. ഈ വാക്കൊന്ന് പറഞ്ഞേ. ജലസ്നാനം. ഈ ജലസ്നാനത്തിൽ ആത്മാവില്ലേ? ഇല്ലേ? ജലസ്നാനത്തിൽ ആത്മാവില്ലേ? ഉണ്ട്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ
ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ലേ? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമാണ് മാമോദീസ. എന്നാൽ മാമോദീസായിൽ നമ്മൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ആത്മസ്നാനം. മാമോദീസായിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ആത്മസ്നാനം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകം വായിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ചില ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ സംശയമുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക, പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുക എന്നൊക്കെ പറയുന്നതിനെ കളിയാക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ലാഞ്ഞിട്ടാണ്. എന്തെന്നറിയാമോ? ഈ ഒരു പെന്തക്കോസ്താ തിരുനാളിൻ്റെ തലേന്ന് സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, എനിക്ക് സഭയോട് പറയാനുള്ളത്, നൗ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ഗോ ബാക്ക് ടു ദാറ്റ് അപ്പർ റൂം. നമുക്ക് ആ പഴയ മാളിക മുറിയിലേക്ക് മടങ്ങിപ്പോവാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു രണ്ടാം പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാരാഹ്വാനം ചെയ്യുന്നത്? മാർപ്പാപ്പ. അപ്പോൾ ഇത് ചിലർക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ഇപ്പോഴും ഇതിനെ പരിഹസിക്കുന്നുണ്ട്. അതായത് ഇത് ഏതോ പെന്തക്കോസ്താക്കാരുടെ ആശയമാണ് എന്ന മട്ടിൽ പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും പലതും മറച്ചു വെക്കപ്പെടും എന്ന് പറയുന്നത് സത്യമാണ്. ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന പലർക്കും കാര്യങ്ങൾ പിടികിട്ടിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നില്ലേ? എന്നെ സങ്കടപ്പെടുത്തുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ പറയട്ടെ. എന്താണ് എൻ്റെ ഏറ്റവും സിമ്പിളായ ചോദ്യം? ഉത്തരം എന്താ? ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകൾ ഉത്തരം എന്താ? എനിക്ക് ഉത്തരം തരണം ഇതിന് നിങ്ങൾ. അതായത് ഒരു പെന്തക്കോസ്താക്കാരന് സ്ട്രീറ്റിൽ ഇറങ്ങി നിന്ന് യേശുവിനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം ഈ ബുദ്ധിജീവികൾക്കില്ലാത്ത എന്താ? എനിക്ക് ഉത്തരം എന്താ നിങ്ങൾ? അതെന്തെന്നറിയോ? അത് സിമ്പിളാണ്. അതായത് ഈ ആത്മസ്നാനം അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്, അത് ധൈര്യമില്ലാത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശു രക്ഷകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരുവനും സാധിക്കില്ല. അപ്പോൾ ഈ പെന്തക്കോസ്താക്കാരെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ ഈ നല്ല കാര്യം കൂടെ പറയണ്ടേ? അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ജനതയാണ്. അതുകൊണ്ട് അവർക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ നല്ല ധൈര്യമുണ്ട്. നമുക്കില്ലാതെ പോയ ആ ധൈര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും പെന്തക്കോസ്താ അനുഭവത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഡാനിയലച്ചൻ പറയുമ്പോൾ കുറ്റം പറയുന്നവർ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുമ്പോൾ എന്ത് പറയുമെന്ന് എനിക്കൊന്ന് അറിയണം. ഓക്കെ, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ദ ഹോളി സ്പിരിറ്റ് കോൺസെക്രേറ്റ്സ് ദ പേഴ്സൺ and at the same time makes him or her a living member of the mystical body of Christ, sharing in the mission of witnessing to his love. And this takes place through the sacraments of Christian initiation. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുന്നത് നമ്മുടെ ആ പ്രാരംഭ കൂദാശകളിലൂടെയാണ്. അതേതൊക്കെയാണ്? മാമോദീസ, സ്ഥൈര്യലേപനം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ടുഡേ ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് ദി ഇൻവിറ്റേഷൻ ടു ഓൾ. Let us rediscover, dear brothers and sisters, the beauty of being baptized in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടതിൻ്റെ ബ്യൂട്ടിയെ നമുക്ക് റീഡിസ്കവർ ചെയ്യാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. Let us recover the awareness of our baptism and confirmation, ever timely sources of grace. അതായത് മാമോദീസായിൽ സ്ഥൈര്യലേപനത്തിന് നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരിക്കൽ കൂടി അനുഭവിക്കാം. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ കൂടി നമുക്ക് അനുഭവിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആത്മസ്നാനം. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം. ഇതാണ് മാളിക മുറിയിൽ സംഭവിച്ചത്. ശിഷ്യന്മാരെല്ലാവരും ഓൾറെഡി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. ആണോ? യെസ് ഓർ നോ? പെന്തക്കോസ്തായ്ക്ക് മുമ്പ് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എപ്പോ? യേശു
ശിഷ്യന്മാരെ വിളിച്ച് ഉത്ഥാനത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ പേടിച്ച് കതകടച്ചിരിക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് നാളെ സ്വീകരിക്കുമെന്നല്ല, ഇപ്പോൾ സ്വീകരിക്കുമെന്നാണ്. അത് പറയുമ്പോൾ സംഭവിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാമറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അപ്പോൾ അവർ സ്വീകരിച്ചു. പക്ഷെ അപ്പോഴും അവർക്ക് യേശുവിനെ ഏറ്റുപറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ സെക്കൻഡ് അനോയിൻറ്റിങ് വരുന്നത് വരെ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് ഈ രണ്ടാമത്തെ ആ ശക്തീകരണം നടക്കുന്നത് വരെ അവർക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യമില്ല. പരിശുദ്ധാത്മാവ് അപ്പോഴും ഉണ്ടോ? ഉണ്ട്. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ 14 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, കേട്ടാൽ മതി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. എന്ത് പറഞ്ഞപ്പോഴാണ് പറയുന്നത്? ഞാൻ അയക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇപ്പോൾ അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നം പിടികിട്ടിയോ? അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ഏത് ടെൻസാണ്? ഫ്യൂച്ചർ ടെൻസാണ്. അയക്കും, പോയി കഴിയുമ്പോൾ അയക്കുമെന്നാണ് പറയുന്നത്. അയക്കുമെന്ന് പറഞ്ഞ ആളെക്കുറിച്ച് പറയണം, അവനെ നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ? അവൻ നിങ്ങളോടടുത്ത് വസിക്കുന്നു. അതെന്ത് മനസ്സിലാവുന്നില്ല? അതായത് യേശുവായിട്ട് തന്നെയാണ്, പക്ഷേ ഹോളി സ്പിരിറ്റ് അപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മാവ് അപ്പോഴും അവരുടെ കൂടെയുണ്ട്. എങ്ങനെ അവരുടെ കൂടെ ഉള്ളത്? ഈ ശിഷ്യന്മാരെ എല്ലാം, നിങ്ങളത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായ സൂചനയുണ്ട്. ശിഷ്യന്മാരെയൊക്കെ ആരാ മാമോദിസ കൊടുത്തേ? ഈശോ അല്ല, അവനാരാ? യോഹന്നാനിൽ സൂചനയുണ്ട് അതിന്. ശിഷ്യന്മാരെയൊക്കെ ഈശോയാണ്. അപ്പോൾ അവർക്ക് ഈശോ മാമോദീസ കൊടുത്ത സമയത്ത് കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. കർത്താവ് ശംസിക മാമോദീസ കൊടുത്തിട്ടുണ്ടാവും. ഇനി മാമോദീസ ജലത്താലല്ല മാമോദീസ അവർ സ്വീകരിച്ചില്ല, ഒരു വാദത്തിന് വേണ്ടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും അവർ യേശുവിനെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തെങ്കിൽ അതാര് മുഖേനയാണ്? പരിശുദ്ധാത്മാവ് മുഖേനയാണ്. അല്ലാതെ യേശുവിനെ ഏറ്റുപറയാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി അവരിൽ എന്തുണ്ട്? ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ പക്ഷെ കാത്തിരിക്കണം. മനസ്സിലാവുന്നില്ലേ? 2 തരം എക്സ്പീരിയൻസ് ഉണ്ട്. മനസ്സിലാവുന്നില്ല ആളുകൾക്കിത്. പിന്നെയും കുറ്റം പറയുക. എന്താണെന്നറിയാമോ? 2 തരം എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനകത്ത് എന്താ? വെള്ളം, വെറും വെള്ളം, പച്ചവെള്ളം, ചൂടുവെള്ളം. ഇതിനകത്ത് ഈ വെള്ളം ഞാൻ എന്ത് ചെയ്യുന്നു? കുടിക്കുന്നു. ഇതിൻ്റെ പേരാണ് മാമോദീസ സ്ഥൈര്യലേപനം. കുടിച്ചു. എന്നാൽ ഈ വെള്ളം ശക്തമായിട്ട് ഒഴുകുമ്പോൾ ഞാൻ അതിൻ്റെ കീഴിൽ പോയി നിന്ന് കുളിക്കുന്നു. വേറെ എക്സ്പീരിയൻസാണ്. ഒരേ ജലം 2 അനുഭവം. മനസ്സിലായോ? കുടിച്ചാൽ മാത്രം പോരാ, കുളിക്കാൻ ഞാൻ ഈ സഭയെ ആഹ്വാനം ചെയ്യുകയാണ്. കുളിച്ചാൽ മാത്രം പോരാ, കുടിച്ചാൽ മാത്രം പോരാ, കുളിക്കണം. മനസ്സിലായോ? അതായത് ഞാൻ ഈ വെള്ളം കുടിച്ചു. മനസ്സിലായി? നയാഗര വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ കുടിച്ചു. എന്നിട്ട് ഞാൻ നയാഗര വെള്ളച്ചാട്ടത്തിന് അടിയിൽ പോയി നിന്ന് കുളിച്ചു. 2 എക്സ്പീരിയൻസാ. ഒരേ ജലം 2 അനുഭവം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മ അഭിഷേകത്തെ നിസ്സാരമായിട്ട് കാണരുത്. പരിശുദ്ധാത്മാവില്ലാതെ ഒരഗ്നി ഉണ്ടാവില്ല ആർക്കും. മനസ്സിലായോ? നമ്മൾ യാന്ത്രികമായിട്ട് റോബോട്ടുകളായിട്ട് ജീവിക്കാൻ പറ്റും ആത്മാവില്ലെങ്കിൽ. അറിവുണ്ടാവും, പാണ്ഡിത്യം ഉണ്ടാവും, ഡിഗ്രി ഉണ്ടാവും, ബിരുദങ്ങളുണ്ടാവും, പേരിൻ്റെ അറ്റത്ത് എഴുതി വെക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ടാവും, മുമ്പിലും പിമ്പിലും ഒക്കെ എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പദവികളുണ്ടാവും, സ്ഥാനം ഉണ്ടാവും. പക്ഷെ ഫയർ ഉണ്ടാവില്ല. തീ ഉണ്ടാകണമെങ്കിൽ തീ വരണം, തീ പിടിക്കണം, അല്ലാതെ തീ ഉണ്ടാവില്ല. മനസ്സിലായോ? രാപകലില്ലാതെ യേശു 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 എന്ന് മാത്രം പറഞ്ഞ് ജീവിക്കാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ അത് ഈ അഗ്നി ആളിക്കത്താതെ പറ്റില്ല. മനസ്സിലായോ? ഒരു വണ്ടി വലിച്ചുകൊണ്ടും പോവാം, ഒരു വണ്ടിയുടെ എൻജിൻ ഓണായിട്ട് അതിന് തന്നെ ഓടിച്ചും പോവാം, ഓടിച്ചുകൊണ്ടും പോവാം, വലിച്ചുകൊണ്ടും പോവാം, ഓടിച്ചുകൊണ്ടും പോവാം. വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളാവരുത് ക്രൈസ്തവ ജീവിതം. ബാഹ്യ സമർത്ഥം, വെളിയിൽ നിന്ന് ആരോ നിർബന്ധിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത് അതല്ല. അകത്തൊരു എൻജിൻ കത്തണം, ഒരു ഫ്യൂവല് കത്തുന്നതുകൊണ്ട് ഇതിനകത്തിരുന്ന് തന്നെ ഓടേണ്ട ഒരു വണ്ടിയാണ് ഇത്. പറഞ്ഞേ ഹല്ലേലൂയ. കെട്ടി വലിക്കുന്ന വണ്ടികളാവരുത് ഇത്. ആരുടെ നിർബന്ധം, ആരുടെ പ്രേരണ, അവർ അങ്ങനെ അതല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഇതെല്ലാം ഈ ഫയർ അകത്ത് കത്തണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈശോ ഈ പരിശുദ്ധാത്മ സ്നാനത്തെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ആരും കാണാൻ പാടില്ല, നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ തിരുസഭയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. ആണോ? അപ്പോൾ അതുകൊണ്ട് ആത്മാവിറങ്ങി വന്ന് ഒരു രോഷം വന്നപ്പോൾ പറഞ്ഞ അത്രേ. മനസ്സിലായില്ലേ? അതായത് ഇത് നമുക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയെ തല്ലിക്കെടുത്തുന്ന വർത്താനങ്ങൾ പറയരുത്. അതായത് ആകെ കൂടി ഇനി അവശേഷിക്കുന്ന എന്താ? കുറേ വിശ്വാസവും കുറച്ച് ആത്മീയതയും കുറച്ച് പ്രാർത്ഥനയും ശേഷിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി. ഇനി അതും കൂടെ തല്ലിക്കെടുത്തരുത്. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് ഇനി നശിപ്പിച്ച് കളയരുത്. അതിന് അങ്ങനത്തെ ഈ ആത്മാവിനെ കത്തിക്കുന്ന വർത്താനേ പറയാവൂ, കെടുത്തുന്ന വർത്താനം പറയരുത്. മനസ്സിലായില്ലേ? വരദാനങ്ങളെ പുച്ഛിക്കുക, കൃപാവരങ്ങളെ പുച്ഛിക്കുക, ആത്മീയ ശുശ്രൂഷകളെ നിന്ദിക്കുക, അത് ചെയ്യരുത്. ഇനി മക്കൾക്ക് അനന്തരാവകാശികൾക്കും വേണ്ടി കാത്തു വെക്കാൻ ഇതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നശിപ്പിച്ചില്ലേ നമ്മൾ? ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ചു, ബാക്കി എല്ലാത്തിനും കയറി കൈവച്ചല്ലേ? എല്ലാത്തിലും കൈവെക്കാനുള്ള ഭയവും മാറി. വെലിവെടുത്തെ കൈവച്ചു, അൾത്താരെ കൈവച്ചു, കുർബാനയെ കൈവച്ചു, പൗരോഹിത്യത്തെ കൈവച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി ഉള്ളൂ. ഇനി നാളെ ഈ ബൈബിളും കത്തിച്ച് തെരുവിലിട്ട് കത്തിച്ചിട്ട് മറ്റന്നാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുച്ഛിച്ചും കൂടെ യേശുവിലൂടെ രക്ഷയും പരിശുദ്ധാത്മാവിനും പുച്ഛിച്ചുകൊണ്ടും കഴിഞ്ഞാൽ തീർന്നു എല്ലാം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഐക്കണോ ക്ലാസം എന്ന് പറയും, വിഗ്രഹഭഞ്ജനം. ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഇത്. ഐക്കണോ ക്ലാസം, ഉദാത്തമെന്നും ഉത്കൃഷ്ടമെന്നും കരുതുന്നതിനെല്ലാം വലിച്ച് താഴെയിട്ട് ചവിട്ടുന്ന പ്രവണതയുടെ പേരാണ് വിഗ്രഹഭഞ്ജനം. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലമായത്. അതുകൊണ്ട് പറയാൻ വന്നത്, അത് രോഷം വന്നുകൊണ്ട് പറഞ്ഞു. രോഷം ഇതൊക്കെ വചന പഠനത്തിൻ്റെ ഭാഗമല്ല, എങ്കിലും ഞാൻ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ സഭയിൽ അതിനെ തല്ലിക്കെടുത്തരുത്. മനസ്സിലായി? ഓസ്ബറി, എൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഓസ്ബറി എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഫെബ്രുവരി 18 മറ്റോ ആ കോളേജിൽ, ഒരു കോളേജാണ്, യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് സ്റ്റുഡൻസ് ചേർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയ ആ പ്രാർത്ഥന ആഴ്ചകളോളം നീണ്ടു നിന്നിട്ട് 10,000-കണക്കിന് ആളുകൾ അമേരിക്കയുടെ നാനാഭാഗത്തു നിന്നും ഈ ഓസ്ബറിയിലെ കോളേജിലേക്ക് ഇരച്ചു കയറുകയാണ്. എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ് ഇറങ്ങി നിൽക്കുക. പിള്ളേർ ഓഡിറ്റോറിയം വിട്ട് പോകുന്നില്ല. 10, 40, 50 പേരായിട്ട് തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഓഡിറ്റോറിയം ഫില്ല് ചെയ്തു. അവിടുത്തെ ഗ്രൗണ്ട് നിങ്ങൾ യൂട്യൂബിലുണ്ട്, നോക്കിക്കോ. അവിടെ എല്ലാം ഫില്ല് ചെയ്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിള്ളേർ പോകുന്നില്ല. മറ്റേ പിള്ളേർ അകത്തോട്ട് കയറാൻ നമ്മൾ ഇടിച്ചും പഴിപ്പിച്ചും അകത്ത് കയറ്റുക. ഇത് അകത്ത് കയറിയവൻ ഇറങ്ങി പോകണില്ല. പോകാൻ പറഞ്ഞു, വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പോകണില്ല. പരിശുദ്ധാത്മാവിനെ കൂടെ ഇനി ചവിട്ടിത്തേക്ക്, ബാക്കിയെല്ലാം തീർന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മസ്നാനം, ആത്മാവിറങ്ങി വന്ന ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നു, അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നത്. അതായത് ഈ നമ്മൾ ഈ പിന്നെ ഒരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ഇപ്പോൾ മാത്യുവച്ചനെ ഞാൻ പരിചയപ്പെടുത്തുമെന്ന് വെച്ചോ. മാത്യുവച്ചനെ പരിചയപ്പെടുത്തുമ്പോൾ മാത്യുവച്ചനെ നിങ്ങൾക്ക് അധികം പേർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ മാത്യുവച്ചനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാനിവിടെ അച്ഛനെ വിളിച്ചിട്ട് ഇവിടോട്ട് സ്റ്റേജിലോട്ട് നിർത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഇത് മാത്യുവച്ചൻ ഇന്നലെ രാത്രിയിൽ കഞ്ഞിയും പയറുമാണ് കഴിച്ചത്. പരിചയപ്പെടുത്തുക. മാത്യുവച്ചൻ ഇന്നലെ കട്ടിലിൽ അങ്ങോട്ട് ചരിഞ്ഞു കിടന്നാണ് ഉറങ്ങിയത്. മാത്യുവച്ചൻ രാവിലെ 5 മണിക്കാണ് എഴുന്നേറ്റത്. ഇതുവെല്ലാം പറയുമോ? ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത്, പരിചയമില്ലാത്തൊരു ജനതയ്ക്ക് ഒരാളെ പരിചയപ്പെടുത്തുന്ന ആൾ പറയുന്നത് അയാളുമായി ബന്ധപ്പെട്ട ഏറ്റവും എസൻഷ്യലായ കാര്യങ്ങളാണ്. ശരിയോ തെറ്റോ? അല്ലേ? ഏറ്റവും അപ്പോൾ പറയും. ഇപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം അതിരൂപതയിലെ ഒരച്ഛനാണ്. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അതായത് എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ പറയൂ. അപ്പോൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ 4 സുവിശേഷങ്ങളിലും യോഹന്നാൻ പരിചയപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വചനം ആവർത്തിക്കുന്നുണ്ട്.
യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്, എന്നെക്കാൾ വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ ഞാൻ യോഗ്യനല്ല, എന്നെക്കാൾ വലിയവനാണവൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. മത്തായിലുണ്ട്, മത്തായി 3:3 വായിച്ചോ, നല്ലതാ. മത്തായി 3-ാം അധ്യായത്തിൽ അതിൻ്റെ മത്തായി 3-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, മത്തായി 3:11, പെട്ടെന്ന് വായിക്കേ. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും. കണ്ടോ? അപ്പോൾ യേശുവിൻ്റെ എസൻഷ്യൽ മിനിസ്ട്രി ആയിട്ട്, യേശു ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. മർക്കോസ് 1:8, മാർക്ക് 1:8 വായിക്കാം. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ലൂക്ക 3:3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. ലൂക്ക 3:16. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യോഹന്നാൻ 1:33 വായിക്കാം. യോഹന്നാൻ 1:33 വായിച്ചതാണ്, വായിച്ചേ. ഞാനവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം. കണ്ടോ? 4 സുവിശേഷങ്ങളും അറ്റസ്റ്റ് ചെയ്യുന്നൊരു ട്രൂത്താണ്. യേശുവിൻ്റെ ഡ്യൂട്ടി എന്താ മോളെ? യേശുവിൻ്റെ ഡ്യൂട്ടി എന്താ മോളെ? പരിശുദ്ധാത്മാവിനാൽ ഈശോ നമ്മളെ രക്ഷിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലേ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ പറഞ്ഞു. അതുകൊണ്ട് തീർന്നോ യേശുവിൻ്റെ ഡ്യൂട്ടി? ഇല്ല. യേശുവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ യേശു നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദാനം എന്താ? പരിശുദ്ധാത്മാവാണ്. വായിച്ചേ, ലൂക്കാ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് ഏറ്റവും നല്ല ദാനം പരിശുദ്ധാത്മാവാണ്. വായിക്കാം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 11 മുതൽ ലൂക്ക് 11:11 വായിച്ചേ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, അതായത് പറയുകയാണ്, നല്ല ദാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമെങ്കിൽ പിതാവായ ദൈവം മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ദാനം എന്താ? പരിശുദ്ധാത്മാവാണ്. അത് ഈ ലൂക്ക 24 എടുത്തേ. ലൂക്ക 24 പറയുന്നുണ്ട്. ലൂക്ക 24:49. ലൂക്ക 24:49 വേഗം വായിക്കാം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കാവോ? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം. ലൂക്ക 24:49 ഇംഗ്ലീഷ് ബൈബിളുള്ള ഉറക്കെ വായിക്കാവോ? സീ ഐ ആം സെൻഡിങ് അപ്പോൺ യു. ഓക്കെ, അത് ഏത് വെർഷനാണ്? വേറെ ഏതെങ്കിലും വെർഷൻ ഉണ്ടോ? വേറെ ഏതെങ്കിലും വെർഷൻ ഉണ്ടോ? വായിച്ചേ. Now I am sending. God the Father has promised. അല്ലേ? ഓക്കെ, ഇരുന്നോ. The promise of my father. The promise. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം. ശരിക്കുള്ള എങ്ങനെയാണെന്നറിയാം? അതായത് ദ പ്രോമിസ്. ദ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ബെസ്റ്റ് പ്രോമിസ് എന്നാണ് ഇവിടെ. ദ ബെസ്റ്റ് പ്രോമിസ്. അതായത് ഈ വാഗ്ദാനങ്ങൾ, 10,000 വാഗ്ദാനങ്ങൾ പറഞ്ഞ ബൈബിള് പറയുകയാണ്, പിതാവ് നൽകുന്ന ബെസ്റ്റ് പ്രോമിസ്.
പിതാവിൻ്റെ ഏറ്റവും നല്ല വാഗ്ദാനം എന്താ? പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതുകൊണ്ട് ഏറ്റവും നല്ല ദാനം ഈശോ തരാൻ, ഈശോ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്ന ആളാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതണം. അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് ഒരാൾ ചെന്നാൽ അയാൾക്ക് പാപമോചനം മാത്രമല്ല കിട്ടുന്നത്. യോഹന്നാൻ ആദ്യം എന്താ പറഞ്ഞേ? ഈ പാരഗ്രാഫിൻ്റെ ഇത് 3rd day ഓഫ് റെവലേഷനാണ്. ആണോ? 3-ാം ദിവസമല്ലേ? അപ്പോൾ ഈ 3-ാം ദിവസത്തെ ഈ റെവലേഷനിൽ ഒന്നാമതായിട്ട് എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർക്കുന്നില്ലേ, എടുത്തു മാറ്റുക മാത്രമല്ല, എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾ empty ആയി. അയാളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ശുശ്രൂഷയാണ്. അതായത് കർത്താവ് വിശ്വസിക്കുക, ഒരാളുടെ പാപം എടുത്തു മാറ്റുക മാത്രമല്ല, അയാളിൽ പാപം നിന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുക കൂടി ചെയ്യും. അപ്പോൾ ഇതിനാഗ്രഹിക്കണ്ടേ? കുമ്പസാരിച്ചാൽ മാത്രം മതിയോ? പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, ഒരു അശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോയാൽ അത് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കും. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. എംറ്റി ഹൗസ്, എംറ്റി. മനസ്സിലായോ? അശുദ്ധാത്മാവ് വിട്ടുപോയി, പക്ഷെ വേറൊന്നും നിറഞ്ഞിട്ടില്ല. വീടെല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്, ആരും കയറി താമസിച്ചിട്ടില്ല. അപ്പോൾ ഇത് താമസിക്കാൻ കൊള്ളാമല്ലോ എന്ന് കണ്ടു കഴിയുമ്പോൾ അത് തന്നെക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൊണ്ടുവന്ന് വീണ്ടും അവൻ്റെ ആദ്യത്തെ സ്ഥിതി അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയം. ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇതാ നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? 4 ദിവസം കഴിയുമ്പോൾ പോയതല്ല അതിൻ്റെ 10 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരികയാണ്. The sin has been emptied, but the spirit is not filled. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഇവിടെ യോഹന്നാൻ പറയാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുക. ഞാൻ കുറച്ച് വചനങ്ങൾ പറയാം, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നറിയാം. അത് പിന്നീട് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അതായത് ബ്ലെസ്സിങ് കണക്റ്റഡ് വിത്ത് ദ ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അഭിഷേകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? അത് കുറച്ച് വചനങ്ങൾ മാത്രം എഴുതിക്കോ. യെശയ്യാ 44, 3 മുതൽ 5 വരെ. യെശയ്യാ 44, 3 മുതൽ 5 വരെ. യെശയ്യാ 44, 3 മുതൽ 5 വരെ. എസെക്കിയേൽ 39, 29. പിന്നീട് വായിക്കണം. എസെക്കിയേൽ 39, 29. എസെക്കിയേൽ 36, 25 മുതൽ 27 വരെ. എസെക്കിയേൽ 36, 25-27, 25 മുതൽ 27 വരെ. എസെക്കിയേൽ 36. എസെക്കിയേൽ 37, 9 and 10, 9, 10, 14. എസെക്കിയേൽ 37, 9, 10 and 14. 37, 9, 10, 14. അതുപോലെ എസെക്കിയേൽ 36, 26-27. അത് നേരത്തെ എഴുതിയതാണല്ലോ. അടുത്തത് സെക്കറിയ 12:10. സെക്കറായ 12:10. സെക്കറിയ 12:10. പിന്നീട് ജെറമിയ 31:31. ജെറമിയ 31:31. ജെറമിയ 31:31. ജെറമിയ 31:31. ജോയൽ 3:1 and 2. ജോയൽ 3:1-2. ജോയൽ 3:1-2. പിന്നെ ജോയൽ 2:28. 2 അവസാനം, 3-ന്റെ ആദ്യ ഭാഗം ഒക്കെ വായിക്കുന്നല്ല. അതായത് പരിശുദ്ധാത്മ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട കൃപകളാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിനി വ്യക്തിപരമായ ഒരു അനുഭവം ഈശോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു ഭാഗം കാണാനായിട്ട് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 42 വരെയുള്ള തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 42 വരെ. അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഒന്ന് ചെത്തി പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ഹല്ലേലൂയ. ഇനി മനസ്സിരുത്തി അർത്ഥം മനസ്സിലാക്കി ഉച്ചത്തിൽ ആ ഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെ വായിക്കാമോ? അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ
ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? റബ്ബി, ഗുരുവെന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. വായിക്കേ. അപ്പോൾ 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പാ, പാറ എന്ന് നീ വിളിക്കപ്പെടും. അപ്പോൾ ഇത് എത്രാം ദിവസമാണ്? 3-ാമത്തെ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 2-ാം ദിവസമാണ്. ഞാൻ 3 തെറ്റിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ 2-ാം ദിവസമാണ്. അപ്പോൾ ഇത് 3-ാമത്തേതാണ്. ഇത് 3-ാമത്തെ ദിവസം. എങ്ങനെയാണ് 3-ാമത്തെ ദിവസം എന്ന് മനസ്സിലായത്? അടുത്ത ദിവസം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ ഇത് 3rd day ഓഫ് റെവലേഷനാണ്. 3-ാമത്തെ ദിവസം വെളിപ്പെടുത്തി. എന്താണ് വെളിപ്പെടുന്നത്? എന്താണ് ഈ ഭാഗത്തെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? യേശു ആരാണ്? യേശു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. യേശു ആരാണ്? അതാണ് നമ്മൾ പതുക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യേശു ആരാണ് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ, എൻ്റെ ചോദ്യം, എവിടെ നിൽക്കുമ്പോൾ? എവിടെ ലൊക്കേഷൻ? ജോർദാന് അക്കരെ ബഥാനിയ. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാ. 1-ാം ദിവസത്തെ വെളിപാട് അവസാനിച്ചത് അവിടെയാണ് അല്ലേ? ജോർദാൻ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ വെച്ച് തന്നെയാണ് ഇനി യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുകയാണ്. ആരൊക്കെയാണ് ഈ 2 ശിഷ്യന്മാർ? അതിൽ ഒരാൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? അന്ത്രയോസ്. വേറൊന്നും പറയരുത്. അന്ത്രയോസാണ് ഒരാൾ. മറ്റേ ആളോ? പരമ്പരാഗതമായി സഭാപിതാക്കന്മാരുടെ കാലം മുതലേ ഇത് യോഹന്നാനാണ് എന്നാണ് പറയുന്നത്. യോഹന്നാൻ ആരാണ്? ഈ സുവിശേഷം എഴുതിയ, അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ. അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, മറ്റേ ശിഷ്യൻ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ശിഷ്യൻ ആരാണ്? യോഹന്നാൻ എന്നാണ് പരമ്പരാഗതമായ അഭിപ്രായം. വ്യത്യസ്തങ്ങളായ സ്വരങ്ങൾ പലയിടത്തും ഉണ്ട്. പക്ഷേ നമുക്ക് എന്താണോ പരമ്പരാഗതമായി പഠിപ്പിച്ചു വന്നത് അത് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതിയാവും. അപ്പോൾ അത് യോഹന്നാനാണ്, ആ ബിലവഡ് ഡിസൈപ്പിളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ത്രയോസും യോഹന്നാനും. അപ്പോൾ സ്നാപക യോഹന്നാൻ, ഈ അടുത്ത ദിവസം യോഹന്നാൻ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ, അന്ത്രയോസിനോടും യോഹന്നാനോടും കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്തറിയോ? യോഹന്നാനെ ഇതിന് ശേഷം യേശു ശരീരത്തിൽ പിന്നീട് കണ്ടിട്ടില്ല. ഇവർ തമ്മിലുള്ള ലാസ്റ്റ് സമാഗമമാണ്. ഇതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യോഹന്നാൻ തടവിലാക്കപ്പെടും. പിന്നെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പോൾ യേശു യോഹന്നാനെ ഈ ഭൂമിയിൽ വെച്ച് അവസാനമായി കണ്ടുമുട്ടുകയാണ്. യേശുവും യോഹന്നാനും, യോഹന്നാനെ യേശു അവസാനമായിട്ട് കാണുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ആദ്യമായിട്ടും കാണുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്. യോഹന്നാൻ യേശുവിനെ അവസാനമായിട്ട് കാണുന്നു. യോഹന്നാൻ യേശുവിനെ അവസാനമായിട്ട്. ഇനി യോഹന്നാൻ യേശുവിനെ ഈ ഭൂമിയിൽ വെച്ച് കാണില്ല. ജയിലിൽ കിടന്നിട്ട് ആളയക്കും. നീ ആണോ? ഇടയ്ക്ക് ഒരു ചെറിയ സംശയം വരും യോഹന്നാൻ ജയിലിൽ കിടക്കുമ്പോൾ, ഇവൻ തന്നെ ആണോ? കാരണം യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല യേശു ചെയ്യുന്നത്. യേശുവാണ് മെശിഹായാണെന്ന് പരിശുദ്ധാത്മാവ് യോഹന്നാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മെശിഹ വരുമ്പോൾ ചെയ്യുമെന്ന് യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ഒന്നുമല്ല യേശു ചെയ്യുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ചെറിയൊരു സംശയം ഇടയ്ക്ക് വന്നു. അപ്പോൾ ആളെ വിട്ട് ചോദിച്ചു, നീ ആണോ വരാനിരിക്കുന്നവൻ എന്ന് ഉറപ്പിച്ച് ചോദിച്ചു.
ഒരിക്കൽ കൂടെ ചോദിച്ചു. അപ്പം അത് ജയിലിൽ കിടക്കുന്ന സമയത്താണ് യോഹന്നാൻ യേശുവിനെ അവസാനമായിട്ട് കാണുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ആദ്യമായിട്ട് കാണുന്നു. എന്താ ഇവിടെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരാളുടെ ജോലി ഈ പോയിന്റിൽ തീരുകയാണ്. അത് അയാൾ ആ ദീപം വേറെ 2 പേരിലേക്ക് കൊളുത്തി കൊടുത്തിട്ട് അയാൾ ഈ രംഗത്ത് നിന്ന് കൃതാർത്ഥനായി അപ്രത്യക്ഷനാവുകയാണ്. ഞാൻ ഈ ഭാഗം എൻ്റെ മുറിയിലിരുന്ന് വായിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനൊരു ചിത്രം കണ്ടു. ആ ചിത്രം ഇതാണ്. അതായത് ജോർദാൻ നദിയുടെ തീരത്ത് യോഹന്നാൻ ഇങ്ങനെ നിൽക്കുന്നു. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനെ യോഹന്നാൻ കാണിച്ചു കൊടുത്തത് കണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശുവും ആ 2 ശിഷ്യന്മാരും കൂടെ നടന്ന് കാണാമറയത്തേക്ക് പോകുമ്പോൾ ഇയാൾ ഈ നദീതീരത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതൊരു മനോഹരമായ ചിത്രമാണ്. യേശുവിൻ്റെ കൂടെ ആൾ കൂടി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ കൂടെ ആൾ കുറഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൻ്റെ അനുയായികൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ അനുയായികൾ ഇല്ലാതായി എന്നാണ് അർത്ഥം. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, എന്തൊരു വലിപ്പമാണ് ഇദ്ദേഹത്തിന്. കൂടെ ഉണ്ടായിരുന്നവരെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കൂടെ വളർത്തിക്കൊണ്ട് വന്നവരെ തന്നെക്കാൾ വലിയ ഒരു അഭിഷേകം വെളിപ്പെട്ട് വന്നപ്പോൾ ഇത് കൊടുത്തിട്ട് അയാളിങ്ങനെ കൃതാർത്ഥനായി നിന്നു. അയാളുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ: വളരേണ്ടത് വ്യക്തികളല്ല, ദൈവരാജ്യമാണ്. വളരേണ്ടത് വ്യക്തികളല്ല, ധ്യാനകേന്ദ്രങ്ങളല്ല, പ്രസ്ഥാനങ്ങളല്ല, മിനിസ്ട്രികളല്ല, ദൈവരാജ്യമാണ്. മനസ്സിലായോ? എന്തോരു വലിപ്പമാണത്. അവിടെ റീത്തില്ല, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കെപ്പോഴും വലിയ സന്തോഷം തോന്നാറുണ്ട്. ആരെ കാണുമെന്ന് പറയാം, ഈ വഴിവക്കിലൊക്കെ നിന്ന് യേശു ഏകരക്ഷകനാണെന്ന് പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് ഉപദേശിമാരെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ഈ ആയൂര് ഭാഗത്തൂടെ ഒരിക്കൽ വണ്ടി ഓടിച്ച് ഒരു കൺവെൻഷന് ഞാൻ പോകുമ്പോൾ ഒരു ടാറ്റ നാനോ കാറിൽ ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ. പാസ്റ്റർ ഞാൻ ഇന്നലെ വെച്ച പോലെ ഒരു ലേപ്പൽ ഇങ്ങനെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആ നാനോ കാർ ഓടിക്കുകയാണ്. ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ പറയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ആ ഇടതുവശത്തെ സീറ്റിലിരുന്ന് ഈ ലഘുലേഖകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൊതി സഹിക്കാൻ പറ്റിയില്ല, കൊതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാനിതിനെ ഓവർടേക്ക് ചെയ്തു. നാനോ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തു, വണ്ടി കൊണ്ടുവന്ന് നിർത്തി, ആ വഴി മുടക്കി നിർത്തി. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഞാനാണ്. അപ്പോൾ അതേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലോകയിട്ട് ഒരു കത്തോലിക്ക അച്ഛൻ ഇറങ്ങി വരുന്നു. അപ്പോൾ പാസ്റ്റർ ഉറപ്പിച്ചു, ഇയാളെന്തോ വഴക്കുണ്ടാക്കാനുള്ള, ഇയാളിപ്പോൾ ഉപദ്രവിക്കാനുള്ള പരിപാടിയാണ്. കത്തോലിക്ക അച്ഛൻ പെന്തക്കോസ്ത് പാസ്റ്ററെ വഴി തടഞ്ഞ് നിൽക്കുക. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാതെ വന്നിട്ടാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. ഞാൻ ചെന്ന് അവിടെ നിന്ന് പാസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു കത്തോലിക്ക അച്ഛനാണ്, ഞാനും ഒരു സുവിശേഷകനാണ്. ഒത്തിരി സന്തോഷം തോന്നി. പാസ്റ്റർ ഈ കാറ് ഓടിച്ച് ഭാര്യ ഇടതുവശത്തിരുന്ന് യേശു രക്ഷകനാണെന്ന് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിച്ച് പോന്ന് ഇതിങ്ങനെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷ വില ഇതാ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് കിട്ടിയത് എത്രയാണെന്ന് എണ്ണിയൊന്നുമില്ല. അത് മുഴുവൻ എടുത്തിട്ട് പാസ്റ്ററുടെ മടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, സുവിശേഷ വേല ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ താമസിക്കുന്ന വെറ്റിനാടാണ്, ഇവിടെ ഒരു ഇതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം, സുവിശേഷ വേലയ്ക്ക് എന്ത് സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കത്തോലിക്ക അച്ഛനാന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായ? പാസ്റ്റർ കണ്ണൊക്കെ നിറഞ്ഞ് വളരെ, ദൈവമേ, നമുക്ക് കത്തോലിക്ക അച്ഛൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പാസ്റ്റർ ഭയങ്കര സ്നേഹത്തോടെ, വലിയ സ്നേഹത്തോടെ എന്നെ നോക്കുകയും കണ്ണ് നിറഞ്ഞ്. എൻ്റെ മനസ്സിൽ ആ ചിത്രമുണ്ട്. ഞാൻ പറയുന്നതെന്നറിയാം, ചെയ്തുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അത് പറയുന്നതിനകത്ത് എനിക്ക് കുഴപ്പമില്ലല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. അതിന് ഏത് സഭയപ്പെട്ടവനാണെങ്കിലും യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരാളെ കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അത് പറയാൻ ഞാൻ ആരെയും ഭയക്കുന്നില്ല, എനിക്കതിന് പേടിയൊന്നുമില്ല. ഞാൻ ഈ കൺവെൻഷനൊക്കെ വഴിയോരത്തൊക്കെ ആളുകൾ ഇങ്ങനെ, നമ്മുടെ കൺവെൻഷൻ എല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലാണ്.
ലോകത്തൊരു വിജാതിയും കേൾക്കാത്തതുപോലെയാണ് നമ്മൾ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇവർ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ വഴിവക്കിൽ പോകുന്ന വഴിക്ക്, ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴിവക്കിൽ വലിയ പന്തലൊക്കെ കെട്ടി അവിടെ നിന്നാണ് അവർ പ്രസംഗിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഞാനും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സന്തോഷം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പരസ്യമായിട്ട് ഇതാ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കില്ലാത്ത അതാണ്. അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? നമുക്ക് ഇതൊക്കെ പേടിയാണ്, പേടി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് കേരളത്തെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് സുവിശേഷം അറിയിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഒറ്റ ദിവസം തികച്ചു വേണ്ട. കേരളത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ള സംവിധാനങ്ങൾ കത്തോലിക്ക സഭയ്ക്കുണ്ട്. പക്ഷേ ഉപയോഗിക്കത്തില്ല. കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ പള്ളി, പട്ടക്കാരൻ, മെത്രാൻ എന്ന് ചിന്തിക്കരുത്. നിങ്ങളെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞേ. കത്തോലിക്ക കുടുംബങ്ങൾ അത് ഉൾപ്പെടെ സംവിധാനങ്ങൾ, കുടുംബങ്ങൾ ഉൾപ്പെടെ സഭയ്ക്ക് എല്ലാ സംവിധാനവും ഉണ്ട്. ലോകത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാൻ, കേരളത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാൻ. പക്ഷെ ചെയ്യത്തില്ല. എന്തോ വലിയ നാണക്കേടാണെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ സഭ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലങ്കര കുർബാനയിൽ കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും പറഞ്ഞാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ്. അതുപോലെ മാത്രമല്ല മലങ്കര പള്ളികളിൽ എപ്പോഴും ഈ ഒരു ഓൾട്ടർ, ഒരൾത്താര സ്നാപയോഹന്നാന് പ്രതിഷ്ഠിച്ചതായിരിക്കും. മനസ്സിലായോ? അതായത് എന്താണ് പരിശുദ്ധ അമ്മ സ്നാപയോഹന്നാൻ, പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഈ സഭയുടെ ലിറ്റർജിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ സ്നാപയോഹന്നാനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ്, എന്താ കാര്യം എന്നറിയാമോ? അതിൻ്റെ കാര്യം ഇതാണ്. ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സഭയെന്ന് പറയുന്ന ആ ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെ ഈ ദീപം തെളിച്ചതാരാണ്? ഈശോയാണ്. പക്ഷെ ഈശോയിലേക്ക് ഈ ദീപം തെളിച്ചതാരാ? സ്നാപക യോഹന്നാനാണ്. സഭയ്ക്ക് യോഹന്നാനെ മറന്ന് ഒരു അസ്തിത്വമില്ല. ആദ്യമായിട്ട് തൻ്റെ കൂടെ നടന്നവരോട് പറഞ്ഞു, എൻ്റെ കൂടെ നടക്കണ്ട, ദാ പൊക്കോ, ദാ ദൈവരാജ്യം അവിടാന്ന് പറഞ്ഞു, പൊക്കോ. ഈ ദീപം ആദ്യമായി കൊളുത്തിയത് യോഹന്നാനാണ്. അങ്ങനെ ജോർദാൻ്റെ കരയിൽ അയാൾ ഇങ്ങനെ തന്നെ നിന്നു. നമുക്ക് സ്നേഹിതർ കൂടുന്നതല്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ച, യേശുവിന് സ്നേഹിതർ കൂടുന്നതാണ്. ഡാനിയലച്ചൻ്റെ ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതല്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ച, യേശുവിൻ്റെ സർക്കിൾ കൂടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായിരുന്നു യോഹന്നാൻ്റെ മിനിസ്ട്രി. എനിക്ക് എപ്പോഴും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്നറിയാം, നിങ്ങൾ ഈ പ്രീസ്റ്റ് ഹോമിൽ ഇടയ്ക്ക് പോകണം. പറ്റുമെങ്കിൽ പ്രായമുള്ള അച്ഛന്മാർ താമസിക്കുന്ന പ്രീസ്റ്റ് ഹോമുകളുണ്ട്, എല്ലാ രൂപതയിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു വിശേഷ അവസരം വരുമ്പോൾ ഈ പ്രീസ്റ്റ് ഹോമിൽ പോയി പ്രായമുള്ള അച്ഛന്മാരെ കാണണം. എന്തെന്നറിയാമോ? അതായത് ദൈവരാജ്യത്തിന് ആളെ കൂട്ടിയിട്ട് ആരും തിരക്കാനില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന സ്നാപയോഹന്നാന്മാരാണ് പ്രീസ്റ്റ് ഹോമിലെ പ്രായമുള്ള നമ്മുടെ അച്ഛന്മാർ. അവിടെ തിരിഞ്ഞു നോക്കാനൊന്നും ആരുമില്ല. ഇങ്ങനൊരു വരിയുണ്ട്, ആരോ വരാനായി തുറന്നു വെക്കാറുണ്ട് വാതിൽ, വരുകിൽ ഒരിക്കലുമെങ്കിലും. വാതിൽ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്, ആരോ വരുമെന്ന് വിചാരിച്ച്, പക്ഷെ ആരും വരാനൊന്നുമില്ല. അപ്പോൾ ഈ പ്രീസ്റ്റ് ഹോമിലെ അച്ഛന്മാരെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുക, ആരും വരുത്തൊന്നുമില്ല. കാരണം അവരുടെ കാലം കഴിഞ്ഞില്ലേ. സ്നാപയോഹന്നാന്മാരാ യേശുവിൻ്റെ കൂടെ ആളെ പറഞ്ഞു വിട്ടിട്ട് ജോർദാൻ്റെ കരയിൽ ഒറ്റയ്ക്ക് നിന്ന സ്നാപയോഹന്നാന്മാർ. പോകണം കേട്ടോ, പ്രീസ്റ്റ് ഹോമിൽ ഇടയ്ക്ക് പോകണം. പോയി പ്രായമുള്ള അച്ഛന്മാരെ കണ്ടിട്ട് സുഖമാണോ, എന്നാ ഉണ്ട്, അച്ഛൻ എന്തെങ്കിലും വേണോ, സുഖമുണ്ടോ, ഉടുപ്പ് വേണോ, എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ വാങ്ങിച്ച് 2 ഓറഞ്ചൊക്കെ വാങ്ങിച്ച് പോകണം. ഒരു ജീവിതം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി വ്യയം ചെയ്തിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്നാപക യോഹന്നാൻ, ഇതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ധന്യമായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളാണ്. ഞാൻ പാലായിൽ എപ്പോൾ പോയാലും അവിടെ പ്രീസ്റ്റ് ഹോമിൽ പോകും, കുമ്പസാരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എന്തോ ഒരു രസമാണ് അച്ഛന്മാർ, പ്രായമുള്ള അച്ഛന്മാർ. ഇവിടെയും പോകും, ഇവിടെയും ഞാൻ കുമ്പസാരിക്കാൻ അവിടെയാണ് പോകുന്നത്. സ്ഥിരമായിട്ട് കുമ്പസാരിക്കുന്ന ഒരു അച്ഛൻ അവിടെയാണ്. അച്ഛന്മാരിങ്ങനെ ഇരിക്കുകയാണ്, പ്രായമുള്ള അച്ഛന്മാർ. മനസ്സിലായി? വെറുതെ പോയി മുട്ടുകുത്തിയിട്ട് ഒരഭിഷേകം വാങ്ങിക്കണം. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ പ്രായമുള്ള ഏതച്ഛനെ കണ്ടാലും വെറുതെ കൊടുത്തില്ല, ബോർഡിൽ പോയി മുട്ടുകുത്തി അഭിഷേകം വാങ്ങിക്കും.
അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടായ്മയിൽ വേറൊരാളൊരു സന്ദേശം പറയുകയാണ്, എടാ നിൻ്റെ തലയിൽ 102 വയസ്സുള്ള ഒരു അച്ഛൻ്റെ ഒരു അഭിഷേകം കിടക്കുന്നുണ്ടോ. അപ്പോൾ മറ്റേ ആൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ 102 വയസ്സുള്ള ഒരച്ഛൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥന വാങ്ങിച്ചായിരുന്നു, 2-3 ദിവസം മുമ്പ് ആ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. തലേ കിടക്കുമത്. ഒരായുസ് മുഴുവൻ ദൈവവേല ചെയ്ത മനുഷ്യരുടെ അനുഗ്രഹം വാങ്ങിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ ധ്യാനഗുരുക്കന്മാരോട് പറയാൻ നടക്കുന്നതിന് പകരം അവിടെയൊക്കെ പോയി അനുഗ്രഹമായി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു 10 ധ്യാനഗുരു ഒരുമിച്ച് തലയെ കൈവയ്ക്കുന്നതിൻ്റെ ഗുണം കിട്ടും പ്രീസ്റ്റ് ഹോമിലെ ഒരു അച്ഛൻ തലയെ കൈവച്ചാൽ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും വരരുത് പ്രാർത്ഥിക്കാൻ. ഇനി എത്ര പേരുണ്ട് വരാൻ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറഞ്ഞാലും ഒരു മതിയാവത്തില്ല. ഈ യോഹന്നാനെ കുറിച്ചൊക്കെ എന്തോ ഒരു മനുഷ്യരാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ യേശുവിന് അനുയായികൾ വർദ്ധിച്ചപ്പോൾ യോഹന്നാൻ്റെ അനുയായികൾ കുറഞ്ഞു. അങ്ങനെ ഈശോയെ പരിചയപ്പെടുത്തി വായിക്കാം. 37. അവൻ പറഞ്ഞത് കേട്ട്, വേഗം വായിച്ചു, അവൻ പറഞ്ഞത് കേട്ട് അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. എന്തുകൊണ്ടാണ് വന്ന് കാണാൻ പറഞ്ഞേ? വന്ന് കാണാൻ പറഞ്ഞ എന്താ? കർത്താവ് പറയാണ്, നിങ്ങൾ തിരക്കേണ്ടത് ഒരു സ്ഥലമല്ല, ഒരു ആളെയാണ്. നിങ്ങൾ തിരക്കേണ്ടത് ഒരു സ്ഥലമല്ല, ഒരാളെയാണ് നിങ്ങൾ തിരക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സ്ഥലം അഡ്രസ്സ് തന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ വന്ന് കാണുക, എൻ്റെ കൂടെ താമസിക്കുക. അങ്ങനെ അവർ പോയി യേശുവിൻ്റെ കൂടെ താമസിച്ചു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അപ്പോൾ 10-ാം മണിക്കൂറായിരുന്നു. 10-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണി. യോഹന്നാൻ ഓർത്തിരിക്കുകയാണ് ആ സമയം. യേശുവിനെ ആദ്യമായി കണ്ട നിമിഷം യോഹന്നാൻ ഓർത്തിരിക്കുകയാണ്. 4 മണി. അങ്ങനെ അവർ പോയി അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടൊത്ത് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. 40 വായിച്ചു. മൂന്ന് ഭാഗത്താണ് നമ്മൾ കാണുന്നത്. വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 ഭാഗത്താണ് അന്ത്രയോസിനെ നമ്മൾ കാണുന്നത്. യോഹന്നാൻ 1 40 മുതൽ 42 വരെ, അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. യോഹന്നാൻ 1 40 മുതൽ 42 വരെ. ഇനി രണ്ടാമത്തേത് യോഹന്നാൻ 6 8 9. രണ്ടാമത്തേത് ജോൺ 6 8 and 9. യോഹന്നാൻ 6 8 9 എന്ന് പറഞ്ഞാൽ എന്താ അത്? അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഈശോ ചോദിച്ചില്ലേ, ഇവർക്ക് നിങ്ങൾ തന്നെ അപ്പം കൊടുക്കണം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ അപ്പം കൊടുക്കണം. ഉടനെ ഫിലിപ്പോസ് എന്താ മറുപടി പറഞ്ഞു? 300 ദിനാറൊക്കെയുള്ള അപ്പം വാങ്ങിച്ചാൽ പോലും ഇത് ആർക്കും തികയില്ല എന്ന് പറഞ്ഞ് അതിനെ മുടക്കാൻ നോക്കി. ഉടനെ അന്ത്രയോസ് പറഞ്ഞു, കർത്താവേ വിഷമിക്കണ്ട, ഞാൻ ഒരുത്തനെ കണ്ടുവച്ചിട്ടുണ്ട്. അവൻ്റെ ആ കൊച്ചി ഇറക്കനാണ്, അവൻ്റെ ബാഗിൽ 5 അപ്പവും 2 മീനും ഞാൻ കണ്ടു, അത് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അതായത് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് അന്ത്രയോസ് ആരെയാണ് കൊണ്ടുവരുന്നത്? ഈ ഭാഗത്ത് അന്ത്രയോസ്, ഇപ്പോൾ നമ്മൾ ആദ്യം വായിച്ച 1-ാം അധ്യായത്തിൽ അന്ത്രയോസ് ആരെയാണ് കൊണ്ടുവരുന്നത്? പത്രോസിനെ. 6-ാം അധ്യായത്തിൽ ആരെയാണ് കൊണ്ടുവരുന്നത്? ഈ ബാലനെ. ഇനി അടുത്ത എപ്പിസോഡ് 12-ാം അധ്യായം 20 മുതൽ 22 വരെ. 12 20 മുതൽ 22 വരെ കേട്ടാൽ മതി, വായിക്കണ്ട. എന്നെ നോക്കിക്കേ. തിരുനാളിന് വന്ന ആളുകളുടെ കൂട്ടത്തിൽ കുറച്ച് ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. അവർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അത് എന്ന് ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും പറഞ്ഞു. അന്ത്രയോസ് എന്ന് കർത്താവിനോട് പറഞ്ഞു, ഗ്രീക്കുകാരെ നിന്നെ കാണാൻ എപ്പോണ്ടെന്ന് പറഞ്ഞ് ഗ്രീക്കുകാരെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അന്ത്രയോസ് എപ്പോഴും യേശുവിൻ്റെ അടുത്ത് ആളെ പിടിച്ചുകൊണ്ട് വരുന്ന ആളായിരുന്നു. ഈ 3 എപ്പിസോഡിലും മനസ്സിലായോ? ഈശോ പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ, അത് നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യരെ പിടിക്കുന്നവർ. ഒരു അഭിഷേകം കിട്ടും. ശ്രദ്ധിച്ചോ, ഒരു അഭിഷേകം കിട്ടും. ആഗ്രഹിക്കുന്നവർക്കെല്ലാം കിട്ടും. എന്തെന്നറിയാമോ? കർത്താവിനോട് ചോദിക്കണം, കർത്താവേ മനുഷ്യരെ പിടിക്കാനുള്ള ഒരു അഭിഷേകം തരണേന്ന് ചോദിക്കണം. അതെന്ത് അഭിഷേകം എന്നറിയോ? ചോദിച്ചോണേ, എന്തഭിഷേകം എന്നറിയോ? ഹൃദയങ്ങൾ കീഴടക്കാനുള്ള ഒരു അഭിഷേകം. ഇത് ഇങ്ങനൊരു വാഗ്ദാനം കിടപ്പില്ലേ? വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അല്ലേ? അടയാളം ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ, അതല്ലല്ലോ, അവർ സർപ്പങ്ങളെ, അതല്ലേ പറഞ്ഞ, അവർ സർപ്പങ്ങളെ
കയ്യിലെടുക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും. ശ്രദ്ധിക്കണം, സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ അവർ വാവാ സുരേഷ് ആവുമെന്നാണോ? ആണോ? അല്ല, വരാജവമ്പാലെ കയ്യിലെടുത്ത് സ്നേക്ക് ഷോ ആണോ? ഈ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അതായത് പാസ്റ്റർമാർ എന്ത് ചെയ്യുന്നറിയാം, കുറച്ച് നന്മ പറഞ്ഞല്ലേ, ഒരു കുറ്റോടെ പറയാം. അതായത് പാസ്റ്റർമാർ എന്ത് ചെയ്തു, ഇപ്പോൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞ വചന അക്ഷരാർത്ഥത്തിനനുസരിച്ച് നല്ല വിഷപ്പാമ്പിനെ കയ്യിലെടുത്തിട്ട് കാണുവിൻ, വിശ്വസിക്കുന്നവരെ പാമ്പുകൾ ഒന്നും ചെയ്യില്ല, പാമ്പ് ഒറ്റ കൊത്ത്, അപ്പോൾ തന്നെ സ്റ്റേജിൽ കിടന്ന് തന്നെ സമാധിയായി. അപ്പോൾ അതല്ലത്, വാവ സുരേഷ് കളിക്കാനല്ല പറഞ്ഞേ. പിന്നെന്താ സർപ്പം എന്ന് പറഞ്ഞാൽ? എന്താ സർപ്പം എന്ന് പറഞ്ഞാൽ? അപകടകാരിയായ, വിഷമുള്ള, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യർ, അതാ സർപ്പം. അഭിഷേകമുള്ളവൻ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവനെ കയ്യിലെടുക്കും. പിടികിട്ടിയ അർത്ഥം? പാമ്പിനെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ അണലിയുടെ മാളത്തിൽ കൈയിടുമെന്നല്ല, മറിച്ച് പാമ്പിനെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ ഡിഫിക്കൽട്ടായ ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അനോയിൻറ്റിങ്. ചോദിക്ക്. കിട്ടിയവനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഭാര്യയെ കൈകാര്യം ചെയ്യാൻ പറ്റും, മക്കളെ കൈകാര്യം ചെയ്യാൻ പറ്റും, വീട്ടിൽ ചെയ്യാൻ പറ്റും, ആദ്യം ഇത്, പിന്നെ നാട്ടിൽ ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ടായ ആളുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നാട്ടിലും വീട്ടിലും എല്ലാം ബുദ്ധി പ്രയാസമുള്ളവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അഭിഷേകം. ചോദിക്കണേ, ചോദിച്ച് പ്രാർത്ഥിച്ചോണം, പരിശുദ്ധാത്മാവേ എനിക്ക് മനുഷ്യരെ പിടിക്കാൻ. അങ്ങനെ വാഗ്ദാനം കിടപ്പുണ്ട്, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. എന്നോട് ചോദിച്ചോളാനാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി. സങ്കീർത്തനം 2:8, 2:6 മുതൽ താഴോട്ട് വായിക്കണ്ട, കേട്ടാൽ മതി, നേരമില്ല. അതായത് എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചോദിച്ചോണം. അച്ഛന്മാർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാം പെട്ടെന്ന് ഒത്തിരി ചോദിക്കേണ്ട കാര്യമാണ് ഇത്. കർത്താവേ, ഹൃദയങ്ങളെ കീഴടക്കാൻ ഒരു അഭിഷേകം തരണേ. എവിടെ പോയാലും എവിടെ ചെന്നാലും ഹൃദയങ്ങളെ മെരുക്കാനുള്ളൊരു അഭിഷേകം. അത് ഇടവകയിലൊരു വികാരിച്ചിന് കിട്ടിയാൽ ആ നാട് ശാന്തമായി. മെരുങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ മെരുക്കുന്ന ഒരു അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അന്ത്രയോസിന്റെ സ്വഭാവം അതാണ്, മനുഷ്യരെ പിടിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നേരെ ചെന്നിട്ട് അദ്ദേഹം പത്രോസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അവൻ ശിമയോനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു, മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞത് അത്രയും ആകർഷകമായ ഒരു പറച്ചിലായിരുന്നത് കൊണ്ട് ശിമയോൻ പറഞ്ഞു, എനിക്കൂടെ കാണണമെന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ പറച്ചിൽ അത്രയും അനാകർഷകമായതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞിട്ട് ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്കൊന്ന് കാണണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ മനുഷ്യരെ പിടിക്കാൻ അഭിഷേകം വേണം, എന്നാലേ ആളുകൾക്ക് നമ്മൾ പറയുന്ന യേശുവിനെ കാണണമെന്ന് തോന്നൂ. അപ്പോൾ അന്ത്രയോസിന് ആ കൃപയുണ്ടായിരുന്നു. അന്ത്രയോസ് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു, നീ വരാൻ പറഞ്ഞോ. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പത്രോസ് പറഞ്ഞു കാണും, അല്ലേ? പത്രോസ് പറഞ്ഞോ, നീ വാടാ, എനിക്ക് 100 ജോലിയുണ്ട്, നീ ഇവിടെ മീൻ പിടിക്കാൻ കിടക്കുന്നതിനിടയിൽ മര്യാദയ്ക്ക് നീ എന്നും പറഞ്ഞ് പത്രോസ് നിരുത്സാഹപ്പെടുത്തിയില്ല. പത്രോസ് പറഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് എനിക്കും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പത്രോസിനെ കണ്ട ഉടനെ പറയാണ്, നീ യോഹന്നാന്റെ പുത്രനെ ശിമയോനാണ്, കേപ്പാ പാറ എന്ന് നിങ്ങളൊരു കാര്യം നോക്കിയേ. അതായത് യേശു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താണെന്നല്ല അവൻ നോക്കുന്നത്, എന്താക്കാം എന്നാണ് അവൻ നോക്കുന്നത്. മനസ്സിലായി? ഇപ്പം നിങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, നിങ്ങളെ എന്താക്കാം. നോട്ട് യുവർ ആക്ച്വാലിറ്റി ബട്ട് യുവർ പോസിബിലിറ്റി. Not the real state where you are in, but the future stage where you are going to be. മനസ്സിലായില്ലേ? യുഗോസ്ലാവിയയിൽ നിന്ന് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി മിഷണറിമാരുടെ കൂടെ യാത്ര തിരിക്കുമ്പോൾ കർത്താവ് കണ്ടത് ഈ 8 തിരിയാത്ത 12-കാരിയെ അല്ല, കൽക്കട്ടയുടെ പുഴുക്കുത്തേറ്റ തെരുവുകളിൽ പ്രകാശമായിട്ട് മാറുന്ന മദർ തെരേസയാണ്. ഞങ്ങളെ പോലെ ആടുന്ന ശിമയോനെയല്ല കണ്ടത്, വത്തിക്കാന്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടാൻ ഊഴം കാത്തു നിൽക്കുന്ന പത്രോസിനെയാണ്. ദമാസ്കസിന്റെ നഗരകവാടത്തിൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുന്ന സാവൂളിനെ അല്ല, നീറോ നീട്ടിപ്പിടിച്ച വാളിന്റെ മുമ്പിലേക്ക് ധൈര്യപൂർവ്വം നടന്നു നീങ്ങുന്ന പൗലോസിനെയാണ് കണ്ടത്. നീ ഇപ്പോൾ എന്താണെന്നല്ല, ആത്മാവ് കാണുന്നത് നീ എന്താകുമെന്നാണ്. എന്താകും? വചനം പറയുന്നത് എന്നറിയാം, ഒരിക്കൽ നമ്മൾ അവനെപ്പോലെയാകും. ഒരിക്കൽ ഇപ്പോൾ വിഷമിക്കണ്ട, ഇപ്പോൾ നമ്മൾ ഒറ്റിക്കൊടുക്കുന്നവരാണ്, തള്ളിപ്പറയുന്നവരാണ്, വീണുപോകുന്നവരാണ്. വിഷമിക്കണ്ട. കർത്താവ് പറയാണ്, ഒരിക്കൽ നിങ്ങൾ അവനെപ്പോലെയാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് പ്രത്യാശ.
ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് പത്രോസിനെ കണ്ടു കഴിയുമ്പോഴേക്കും ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അൺറിലയബിൾ എന്നാണ്. അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ നമ്പാൻ കൊള്ളാത്തവൻ എന്നാണ് ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എങ്ങോട്ട് വേണേലും വളയും. കയ്യാലപ്പുറത്തിരിക്കുന്ന തെങ്ങവരാണ്, അങ്ങോട്ടും വീഴും ഇങ്ങോട്ടും വീഴും. നമ്പാൻ കൊള്ളാത്തവൻ ശിമയോൻ. പത്രോസോ പാറ. കണ്ടോ, അതാണ് സാധ്യത. ഈ ഞാങ്ങണ പോലെ വളയുന്നവനെ പാറ പോലെ ഉറപ്പുള്ളവനാക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. എഴുന്നേറ്റ് നിൽക്കാം.